ഇന്നത്തെ യുദ്ധക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ടെൽ അവീവിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള എന്നാണ്. ടെൽ അവീവിന് നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം തുടരെ ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുമ്പോഴും തുടരെ നടന്നുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ടെൽ അവീവിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. 41 വയസ്സുള്ള സഫ അവദ് എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ. മാത്രമല്ല 17 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ. ടെൽ അവീവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുകയാണ്. സിസേറിയ നഗരത്തിലുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു. രണ്ടാമത്തെ തവണയാണ് സിസേറിയ നഗരത്തിലുള്ള നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അദ്ദേഹം സ്ഥലത്ത് ഇല്ലാത്തത് കൊണ്ട് തലനാരിഴയ്ക്ക് വീണ്ടും രക്ഷപ്പെട്ടു. അതിനുശേഷം ഹിസ്ബുള്ള ആക്രമണത്തിന്റെ തോത് ഒട്ടും കുറച്ചിട്ടില്ല. നൂറുകണക്കിന് റോക്കറ്റുകളാണ് ടെൽ അവീവിലേക്ക് പതിച്ചത്. ടെൽ അവീവിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള തൊടുത്തത്. ഇസ്രായേലിന്റെ അയൺ ഡോമിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ പ്രതിരോധ സംവിധാനമായ ടാഡിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ടെൽ അവീവിലുടനീളം ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ടെൽ അവീവിൽ ഉടനീളം അപായ സൈറൻ മുഴങ്ങുകയാണ്. ടെൽ അവീവ് വിറയ്ക്കുകയാണ്. ടെൽ അവീവിലെ ജനങ്ങൾ പ്രാണൻ കയ്യിൽ പിടിച്ച് ബങ്കറിലേക്ക് ഓടി ഒളിക്കുകയാണ്. ചുരുക്കത്തിൽ ഹിസ്ബുള്ള ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ആ ആക്രമണത്തിന്റെ തോത് ഹിസ്ബുള്ള ഒട്ടും കുറച്ചിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഹിസ്ബുള്ള ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ടെൽ അവീവിലെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾക്ക് നേർക്കൊക്കെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തിൽ എന്തുമാത്രം നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളത് ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ തുടരെ പതിക്കുകയാണ് ടെൽ അവീവിൽ. ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാണ്. അങ്ങനെ ഒരു വെടിനിർത്തലിന് താല്പര്യമുണ്ടെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഹിസ്ബുള്ള തങ്ങളുടേതായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുന്നത് ഗസയിലെ വംശഹത്യ എന്ന് അവസാനിപ്പിച്ച് ഇസ്രായേൽ മടങ്ങുന്നുവോ അന്ന് വെടിനിർത്താം എന്നാണ്. ഇന്നലെ ഹിസ്ബുള്ളയുടെ വക്താവിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. അതിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ള തുടരെ റോക്കറ്റുകൾ വിടുന്നത്. ആ റോക്കറ്റുകളുടെ ശക്തിയിൽ ടെൽ അവീവ് കിടുങ്ങുകയാണ്.